സിനിജി, ഇന്ത്യ ഒരു പുതിയ മിസൈൽ പരീക്ഷണത്തിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അരിഘാട്ട് എന്ന മിസൈൽ. അത് ഏതൊക്കെ തരത്തിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യും? തന്നെ ഇത് നമ്മുടെ ഒരു ആണവ അന്തർവാഹിനിയാണ് INS അരിഘാത്ത് എന്ന് പറഞ്ഞാൽ. നമുക്ക് 2 ആണവ അന്തർവാഹിനിയാണ് നിലവിലുള്ളത്. ഇതിൽ ആദ്യത്തത് INS അരിഹന്ത് എന്നായിരുന്നു പേര്. രണ്ടാമത്തെ INS അരിഘാത്ത്. ഇതിപ്പം കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇത് കമ്മീഷൻ ചെയ്തത്. നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവരൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു. ഇപ്പോൾ കേൾക്കുന്ന ഒരു വിവരം, ഇതിൽ നിന്ന് ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ചു എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല. എന്തോ ഒരു പരീക്ഷണം നടത്തിയെന്നുള്ളൊരു വാർത്ത വരുന്നുള്ളൂ. ഒന്നുകിൽ വിശാഖപട്ടണത്തോ അല്ലെങ്കിൽ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലോ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലോ ഒക്കെ പരീക്ഷണം നടത്താം എന്നുള്ള രീതിയിലുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഏറെ ഗൗരവമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് K4 ഇനത്തിൽപ്പെട്ട മിസൈലാണ് പരീക്ഷിച്ചത്. K4 ഇനത്തിൽപ്പെട്ട ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4000 കിലോമീറ്ററോളം പരിധിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഈ മിസൈൽ വിക്ഷേപിച്ചാൽ ചൈനയുടെ ഉൾപ്രദേശങ്ങളിൽ പോലും, അതായത് നഗരങ്ങളിലെല്ലാം തന്നെ ഈ മിസൈൽ ചെന്ന് പതിക്കാം. അത്രയും പ്രഹരശേഷിയുള്ള, അത്രയും ലക്ഷ്യം കാണാൻ കഴിയുന്ന ഒരു മിസൈലാണ് പരീക്ഷിച്ചത്. അപ്പം നമ്മൾ എന്തിനാണ് ഈ ആണവ അന്തർവാഹിനിയിൽ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത്? അപ്പം INS അരിഘാത്ത് എന്ന് പറയുന്ന ഈ ആണവ അന്തർവാഹിനി ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്തെങ്കിലും ഓരോ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വരികയാണ്. ഇതിന് ഏതാണ്ട് മാസങ്ങളോളം തന്നെ വെള്ളത്തിനടിയിൽ കഴിയാൻ പറ്റും. അപ്പോൾ വെള്ളത്തിനടിയിൽ കഴിയുന്ന ഒരു ആണവ അന്തർവാഹിനിയിൽ നിന്ന് ആണവ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്താൽ അത് മറ്റ് രാജ്യങ്ങൾക്ക് പ്രതിരോധിക്കാൻ ഭയങ്കര പ്രയാസമാണ്. സാധാരണഗതിയിൽ UN-ലെ സ്ഥിര അംഗങ്ങളായ അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് മാത്രമേ ഈ ആണവ അന്തർവാഹിനി ഉള്ളൂ. അതുകൂടാതെയാണ് ഇപ്പോൾ ഈ UN രക്ഷാസമിതിയിൽ ഇല്ലാത്ത ആണവ അന്തർവാഹിനിയുള്ള ഏക രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ. അപ്പം നമ്മൾ അത്രയും മെച്ചപ്പെട്ടു. പ്രതിരോധ കാര്യങ്ങളിൽ, ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് മെച്ചപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ മിസൈലും ഇതിനകത്ത് പരീക്ഷിച്ച് നോക്കുന്നത്. പക്ഷെ നമ്മൾ ഈ മിസൈൽ പരീക്ഷിച്ചു എന്ന് പുറത്ത് പറയുന്നില്ല. കാരണം എന്താ അറിയാം, ഈ മിസൈൽ പരീക്ഷിച്ചു എന്ന് അറിഞ്ഞാൽ ആദ്യം പേടിക്കുന്ന രാജ്യം അമേരിക്കയാണ്. കാരണം എന്താ പറഞ്ഞാൽ അമേരിക്ക വലിയ ശക്തിയാണ്, ഞങ്ങളിൽ ഒരുപാട് ആയുധങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. പക്ഷേ അതേ ശക്തിയും അതേ കഴിവുമൊക്കെ നമ്മളും കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും പേടിക്കും. ഈ യൂറോപ്യൻ രാജ്യങ്ങളെ പേടിപ്പിക്കാൻ അല്ലെ പേടിക്കണം എന്നൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ K സീരീസിലുള്ള മിസൈലുകൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ടെന്നും അതിൻ്റെ പണികളൊക്കെ പൂർത്തിയായതെന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ചൈനീസ് മാഗസിനുകളിലടക്കം ഇത്തരം വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം അഗ്നി മിസൈൽ നമ്മൾ കേട്ടിട്ടില്ലേ? അത് കരയിൽ നിന്ന് കൊടുക്കുന്ന മിസൈലാണ്. ഈ അഗ്നി മിസൈലിന് നല്ല റേഞ്ച് ഉണ്ട്. ഇപ്പോൾ അഗ്നി മിസൈൽ തന്നെ 4, 5, 6 അങ്ങനെയാണ് റേഞ്ച് വരുന്നത്. ഇപ്പോൾ അഗ്നി മിസൈലിൻ്റെ 5 എന്ന് പറയുന്നത് തന്നെ നമ്മൾ 2012 അതിൻ്റെ പരീക്ഷണമെല്ലാം നടത്തി കഴിഞ്ഞു. പക്ഷേ നമ്മളത് പുറത്ത് പറയുന്നൊന്നുമില്ല. നമ്മുടെ അത്രയും വലിയ കപ്പാസിറ്റി ഉണ്ടെന്നും. വേണമെങ്കിൽ നമുക്കതൊക്കെ പറഞ്ഞ് അഹങ്കരിക്കാം. നമ്മൾ എന്തുകൊണ്ടാണ് പറയാത്തത്? നമ്മൾ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമല്ല. നരേന്ദ്രമോദിയുടെ പല പ്രസ്താവനകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നപ്പോൾ നമ്മളാണ് ആദ്യം സമാധാനത്തിന് പോയത്. റഷ്യ പ്രസിഡന്റ് അടുത്ത് പോയി, ഉക്രൈൻ പ്രസിഡന്റ് അടുത്തും പോയി, ഇസ്രായേലിന്റെ പ്രശ്നം വന്നപ്പോഴും നമ്മൾ പോയി, ഇസ്രായേലിന്റെ അടുത്തും പോയി, നമ്മൾ ഇറാന്റെ അടുത്തും കൂട്ടാണ് അല്ലേ? അപ്പം നമ്മൾ ആ രീതിയിലല്ല. പക്ഷേ നമ്മളെ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാൽ ഇപ്പോൾ ഉള്ള സംഭവ വികാസങ്ങളെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത്, അതായത് ഒരു 3ാം ലോക മഹായുദ്ധത്തിന് ഒരുങ്ങുന്നു അല്ലേ? കാരണം റഷ്യക്ക് നേരെ അനാവശ്യമായി അമേരിക്കൻ സപ്പോർട്ടോടെ ഉക്രൈൻ ആക്രമണം നടത്തുന്നു. അതിന്റെ പിന്നിൽ ജോ ബൈഡനും ഡീപ് സ്റ്റേറ്റും ഒക്കെയാണ്. പക്ഷേ ട്രംപ് വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു അറ്റാക്ക് നടത്തുകയും ആ അറ്റാക്കിന്റെ ഫലമായിട്ട് ആണവ ആക്രമണം നടത്തുകയും ചെയ്താൽ കളി മാറി എന്ന് പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ നമുക്ക് നമ്മളെ പ്രതിരോധിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം മിസൈലുകളൊക്കെ പ്രയോഗിക്കുന്നതും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതൊക്കെ. അപ്പം ആണവ അന്തർവാഹിനിയിൽ നിന്ന് നമ്മളൊരു ബാലിസ്റ്റിക് മിസൈൽ തൊടുത്താൽ, നമുക്കിപ്പോൾ K4 എന്ന് പറയുന്ന സീരീസ് ആണെങ്കിൽ ഒരു 4000 കിലോമീറ്റർ, 4500 കിലോമീറ്റർ. ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് ഒരു മിസൈൽ എത്തിക്കാൻ 4000 കിലോമീറ്റർ ഒന്നും വേണ്ട. പക്ഷേ ചൈനയിലേക്ക് എത്തിക്കാൻ അത്രയും വേണം. ഇനി K5 അടുത്ത സീരീസാണ്, 6000 കിലോമീറ്റർ നമ്മുടെ റേഞ്ച്. അടുത്ത് K6 എന്ന് പറഞ്ഞാൽ അത് 12000 കിലോമീറ്ററാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചാൽ അമേരിക്കയിലോ യൂറോപ്പിലോ വരെ ചെന്ന് ലക്ഷ്യത്തിൽ പതിക്കാം. അത്രയും ശക്തി നമുക്കുണ്ട്. അപ്പം ആണവ മേഖലയിൽ നമുക്ക് അത്രയധികം ഒരു കുതിച്ചുകയറ്റമുണ്ട്. അപ്പോൾ INS അരിഹന്ത് ഉണ്ടാക്കിയപ്പോൾ അത് നിർമ്മിച്ചപ്പോൾ നമ്മൾ അത്രയും വലിയ ശക്തിയാണെന്നൊന്നും ആരും കരുതിയില്ല. പെട്ടെന്നാണ് നമ്മൾ INS അരിഘാത്ത് എന്ന് പറയുന്ന 2ാമത്തെ ആണവ അന്തർവാഹിനി നിർമ്മിച്ചത്. അപ്പോൾ ഈ 6000 കിലോമീറ്റർ ദൂരപരിധിയിൽ നമുക്ക് ഈ ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാം, അല്ലെ 12000 കിലോമീറ്റർ ദൂരം വരെ വിക്ഷേപിക്കാം എന്ന കാര്യത്തിൽ നമ്മൾ ഇതുവരെ പരസ്യമായി പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മേനി നടിക്കാം. പക്ഷേ നമ്മൾ എന്താ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ, യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും ഇത് കേട്ടാൽ പേടിക്കും. മാത്രമല്ല അമേരിക്കയ്ക്ക് നമ്മളുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഉലച്ചിൽ വരുമോ എന്നൊക്കെ നമ്മൾ പേടിക്കുന്നു. ഇത് കാരണം എന്താ, നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളെ എന്ന് വെച്ചാൽ അവിടുത്തെ സമ്പന്ന രാജ്യങ്ങളാണല്ലോ, അവരുമായിട്ട് എപ്പോഴും ട്രേഡിന് പോകാൻ താല്പര്യപ്പെടുന്ന രാജ്യമാണ്. അപ്പോൾ ആ ട്രേഡിനെ ബാധിക്കരുത്. ഇപ്പോൾ അമേരിക്കയുമായി നമുക്ക് നല്ല ബന്ധമാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന റിപ്പബ്ലിക് വരുമ്പോൾ
ഇപ്പോൾ അമേരിക്കയുമായി നമുക്ക് നല്ല ബന്ധമാണ്. റിപ്പബ്ലിക് അവർ പാർട്ടി അധികാരത്തിൽ വന്നാൽ, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് വന്നാൽ. അപ്പോൾ അതിനു മുമ്പ് ഈ ബൈഡൻ്റെ ചില ഇടപെടലുകൾ നമുക്ക് ഇഷ്ടമല്ല. നമുക്കറിയില്ല, തേജസ് യുദ്ധവിമാനം തദ്ദേശീയമായി നമ്മൾ നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ നിന്ന് ആവശ്യമായ പാർട്സ് ഒന്നും തരാതെ അതിനെ പ്രതിരോധിക്കുന്നത് ഈ പറയുന്ന ബൈഡനും ഈ ഡെമോക്രാറ്റുകളും ഒക്കെയാണ്. പക്ഷേ ഇവിടെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയും അതുപോലെ ട്രംപും ഒക്കെ നമുക്ക് അനുകൂലമായി വരുന്നതോടുകൂടി നമ്മൾ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയാൽ അവർ സ്വാഗതം ചെയ്യും. അപ്പോൾ കരയിൽ നിന്ന് നമുക്ക് അഗ്നി മിസൈൽ ഏതാണ്ട് 5000 റേഞ്ച് വരെ ദൂരപരിധിയിലേക്ക് അയക്കാൻ പറ്റും. കടലിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന INS അരീഖാത്തിൽ നിന്ന് ഇത്രയും ദൂരത്തേക്ക് നമുക്ക് ഇത് അയക്കാൻ പറ്റും. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ശത്രു രാജ്യം എന്ന് എപ്പോഴും നമ്മൾ പറയുന്നത് പാകിസ്ഥാനെയാണ്. അതെ, കാരണം തീവ്രവാദികളെ അയച്ചുവിടാൻ ഒരു മടിയും ഇല്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ, പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ. അതെ. അപ്പോൾ പാകിസ്ഥാന്റെ കൂടി ഒരു പാകിസ്ഥാനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി കൂടി ഇന്ത്യ കുറച്ചുകൂടെ പ്രതിരോധ ശക്തിയിൽ മുന്നേറുന്നു എന്ന് കണക്കാക്കാൻ കഴിയും. സത്യത്തിൽ പാകിസ്ഥാൻ നമ്മുടെ ഒരു ശത്രുവായിട്ട് പോലും കണക്കാക്കണം. കാരണം നമുക്ക് വളരെ ഈസി ആയിട്ട് പാകിസ്ഥാനെ പ്രതിരോധിക്കാൻ കഴിയും. നമുക്ക് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ ഏതെങ്കിലും തരത്തിൽ ആ യുദ്ധം ഏഷ്യയിലേക്ക് പടർന്നാൽ നമ്മളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്, ഇങ്ങോട്ടേക്കാരും ചൊറിയാൻ വരണ്ട എന്ന് നമ്മളൊന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്. ഞാൻ പറയില്ലേ, നമ്മുടെ ഇപ്പോൾ KF-4 എന്ന് പറയുന്ന ഈ പരീക്ഷിച്ച മിസൈലും ഇതിനകത്ത് തന്നെ നമുക്ക് 2 3 സാധനങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം ആണവ ആയുധം ഉപയോഗിക്കാം, അല്ലെങ്കിൽ രാസായുധം, ജൈവായുധം, അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ളൊരു മിസൈൽ ഉണ്ടല്ലോ സ്ഫോടനം ഉണ്ടാകുന്നത്, അത്ര മിസൈൽ. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ളത് പാകിസ്ഥാനിലേക്ക് വളരെ വേഗം എത്താൻ പറ്റും. 4000 കിലോമീറ്റർ റേഞ്ച് പറഞ്ഞാൽ തന്നെ അത് ചൈനയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെ പോലും നശിപ്പിക്കാൻ പറ്റും. ചൈനയെ പോലും അത് പേടിക്കും. നിലവിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒക്കെ പേടിയുള്ള രാജ്യം റഷ്യ. കാരണം എന്താ പറയുക, അവരുടെ 18000 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ലക്ഷ്യത്തിൽ എത്തിക്കാൻ പറ്റുന്ന ആണവ മിസൈലുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഉക്രൈനെതിരെ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചു. അതായത് ഒരു രാജ്യം യുദ്ധസമയത്ത് ഇത് ആദ്യമായിട്ടായിരുന്നു അത്തരം ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചത്. അപ്പോൾ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യയുടെ കയ്യിലും ഉണ്ട് എന്ന് നമ്മൾ അറിയിച്ചു കൊടുക്കുകയാണ്. നമുക്ക് അത്രയും കപ്പാസിറ്റി ഒക്കെ ഉണ്ട്, റഷ്യക്ക് തുല്യമായ രീതിയിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പുറത്തു പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ ആണവ അന്തർവാഹിനിയിൽ നിന്ന് ഒരു ആണവ വെപ്പൺ പരീക്ഷിച്ച് നോക്കി. ആണവ വെപ്പൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് കരയിൽ നിന്ന് തൊടുത്തുന്ന ആണവ ആയുധങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ കപ്പലിൽ നിന്നാണെങ്കിൽ പോലും അത് കണ്ടുപിടിക്കാൻ പറ്റും, കടലിനടിയിലാണെങ്കിൽ പറ്റില്ല, വളരെ പ്രയാസമാണ്. അപ്പോൾ 1 മാസത്തോളം ഈ കടലിനടിയിൽ കഴിയുന്ന ഈ INS അരീഖാത്ത് എന്ന് പറയുന്ന നമ്മുടെ ആണവ അന്തർവാഹിനി, അത് ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിലൊരു ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചാൽ എന്ത് ചെയ്യും? അതിനെ ചൈനയും പേടിക്കും. പക്ഷേ ചൈന ഒന്നും പറയുന്നില്ല. ചൈന പക്ഷേ നമ്മുടെ പരീക്ഷണങ്ങളെ കൃത്യമായി വാച്ച് ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് അവർ പറയും, നമ്മൾ K5 K6 സീരീസിലുള്ള മിസൈലുകളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. ഇവർ പറയുന്ന പോലെയല്ല 8000 12000 കിലോമീറ്ററൊക്കെ ഇതിൻ്റെ റേഞ്ച് ഉണ്ട്, അതിൻ്റെ ദൂരപരിധി അവർക്ക് കൃത്യമായിട്ട് ലക്ഷ്യം ഭേദിക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ച് അനങ്ങുന്നില്ല. നമ്മൾ പ്രതികരിച്ചാൽ മാത്രമേ അതുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് നമ്മൾ മിണ്ടുന്നില്ലല്ലോ, അവരുടെ നാട്ടിലെ ലേഖനമാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? യൂറോപ്പിനെയും USA-യും അടക്കമുള്ള രാജ്യങ്ങളെ ഒന്നും പിണക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊന്നും പരസ്യമായ പ്രതികരണം നടത്തുന്നില്ല. പക്ഷേ നമ്മുടെ നേവൽ വിങ് വളരെയധികം ശക്തി ആർജിച്ചു എന്ന് നമ്മൾ ഒരു പരസ്യമായിട്ടല്ല, എന്നാൽ നമ്മൾ പറയാതെ അത് പറഞ്ഞു കൊടുത്തു അല്ലേ. നമുക്കിപ്പം ഓസ്ട്രേലിയയാണ് ഈ നാവിക മേഖലയിൽ വലിയ ശക്തി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നല്ല ബന്ധമാണ്. ഈ അടുത്ത സമയത്ത് ഓസ്ട്രേലിയൻ സൈന്യം ഇന്ത്യയിൽ വരികയും സംയുക്ത പരിശീലനവും പരീക്ഷണ പരിപാടികളും ഒക്കെ അവർ നടത്തുകയും ചെയ്തു. ഇത് കൂടാതെ ജപ്പാനുമായിട്ട് നമ്മൾ നല്ല ബന്ധമാണ്, നാവിക മേഖലയിൽ അമേരിക്കയുമായിട്ട് നല്ല ബന്ധമാണ്. ഇതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ 2ാമത്തെ ആണവ അന്തർവാഹിനി പരീക്ഷണമൊക്കെ നടത്തുന്നത്. ഇത് കൂടാതെ അടുത്ത വർഷം ആദ്യം നമ്മുടെ 3ാമത്തെ ആണവ അന്തർവാഹിനി വരും. അതായത് INS അരിധമൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ 3 അന്തർവാഹിനികളുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ, അതും ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ കഴിയുന്നത്. സാധാരണ ഇതിൽ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്, ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. ഈ ഹ്രസ്വദൂരവും ദീർഘദൂരവും ഒക്കെ ഉണ്ടെന്നേ ആളുകൾക്ക് അറിയുമായിരുന്നുള്ളൂ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ ഇന്ത്യയെക്കുറിച്ച് കരുതുമായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന DRDO എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഈ ആയുധങ്ങളെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന, അത് നിർമ്മിക്കുന്ന നമ്മുടെ ഒരു പ്രതിരോധ ഏജൻസിയാണ്. ഈ DRDOയിൽ ഇത്തരം പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ K സീരീസിലുള്ള മിസൈലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിലുൾപ്പെട്ടതാണ് ഈ ആണവ അന്തർവാഹിനിയിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ. ഇത് K4 എന്നാണ് നമ്മളിപ്പോൾ പുറത്ത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 3500 to 4000 കിലോമീറ്റർ വരെ പരിധി. K5-ഉം K6-ഉം ഒക്കെ ഉണ്ട്. 8000 കിലോമീറ്റർ to 12000 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ നമുക്ക് ലക്ഷ്യം ഭേദിക്കാൻ കഴിയും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ റഷ്യയും അതുപോലെ തന്നെ നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങളും തമ്മിൽ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും കുറേ രാജ്യങ്ങൾ 2 പക്ഷം പിടിക്കും. നമ്മൾക്ക് യുദ്ധത്തിൽ താല്പര്യമില്ല, പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നാൽ ഞങ്ങളുടെ കയ്യിൽ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുണ്ട്, UN-ലെ ഈ സ്ഥിരം സമിതി രാജ്യങ്ങൾക്കുള്ളതുപോലെയുള്ള
ആണവ അന്തർവാഹിനികളുണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ അവരെ പരസ്യമായി ബോധ്യപ്പെടുത്തുകയാണ്. മാത്രമല്ല ഉക്രൈൻ പ്രസിഡന്റിൻ്റെ അടുത്തും റഷ്യൻ പ്രസിഡന്റിൻ്റെ അടുത്തും നമ്മൾ സമാധാനം എന്ന അന്തരീക്ഷത്തിന് വേണ്ടി നിലകൊണ്ട ആളാണ്. ഇസ്രായേലിൻ്റെ അടുത്തും ഇറാൻ്റെ അടുത്തും നമ്മൾ ഇതേ നിലപാട് സ്വീകരിച്ചു. അപ്പോൾ ഞങ്ങൾ യുദ്ധത്തിനില്ല, പക്ഷേ യുദ്ധത്തിന് സമാനമായ സാഹചര്യം ഉണ്ടായാൽ ഞങ്ങളുടെ കയ്യിൽ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടെന്ന് കൃത്യമായി നമ്മൾ ലോകത്തിന് ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ 8,000 മുതൽ 12,000 കിലോമീറ്റർ വരെ ലക്ഷ്യം സ്ഥാപിക്കാൻ കഴിയുന്നവ നമ്മുടെ കയ്യിലുണ്ടെന്ന് റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളത് പുറത്തു വിട്ടില്ല എന്ന് മാത്രം. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ വളരുന്നു എന്ന് തന്നെ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും.